മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പ് കേസിൽ നിന്ന് ബി.ജെ.പി. നേതാവ് കെ സുരേന്ദ്രൻ പിന്മാറി. ഹർജി പിൻവലിക്കുന്നതിനായി സുരേന്ദ്രൻ ഹൈക്കോടതിയിൽ അപേക്ഷ നൽകി. ഇതോടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം മഞ്ചേശ്വരം ഉപതിരഞ്ഞെടുപ്പ് കൂടി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയേറി. കേസ് വിജയിക്കില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് പിൻവലിച്ചതെന്ന് കെ സുരേന്ദ്രൻ പ്രതികരിച്ചു. 67 സാക്ഷികൾ ഉണ്ടെങ്കിൽ മാത്രമേ കേസ് ജയിക്കാനാകുമെന്നും സാക്ഷികളെ CPM-ഉം മുസ്ലിം ലീഗും ചേർന്ന് ഇല്ലാതാക്കിയെന്നും കെ സുരേന്ദ്രൻ പ്രതികരിച്ചു. ഉപതിരഞ്ഞെടുപ്പ് നടത്തി ജനപ്രതിനിധിയെ കണ്ടെത്തണമെന്നാണ് ജനങ്ങളുടെ ആഗ്രഹം. അതിനായാണ് കേസ് പിൻവലിച്ചതെന്നും കെ സുരേന്ദ്രൻ പ്രതികരിച്ചു. മഞ്ചേശ്വരം MLA ആയിരുന്ന PB അബ്ദുറസാഖിന്റെ തിരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്നും തന്നെ വിജയിയായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സുരേന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ 20-ന് അബ്ദുറസാഖ് മരിച്ചു. ഈ സാഹചര്യത്തിൽ കേസ് നടപടികളുമായി മുന്നോട്ട് പോകണോ എന്ന് കോടതി പരാതിക്കാരനോട് ചോദിച്ചിരുന്നു. എന്നാൽ കേസിൽ നിന്ന് പിന്മാറുന്നില്ലെന്നാണ് സുരേന്ദ്രൻ നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നത്. മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പിൽ മരിച്ചവരും വിദേശത്തുള്ളവരും ചേർന്ന് 259 പേരുടെ കള്ളവോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് സുരേന്ദ്രന്റെ വാദം. 89 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് തോറ്റത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.